ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ ചായക്കടിയും പിന്നെ രാവിലെ സ്കൂൾക്ക് പറഞ്ഞേക്കാലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് കാണിച്ചണത്. അപ്പം രാവിലെ ഓട്ടടേനു ഇട്ടൊന്ന് ഓട്ടടയും ഉള്ളിക്കറിയേനു. പിന്നെ വാഴക്കൊണ്ടൊരു ഉപ്പേരി വെച്ചു, മുട്ട പൊരിച്ച്, ചമ്മന്തി അരച്ച്, അതൊക്കെ ഉണ്ടെന്ന് കൊടുത്തയച്ചിരിക്കണത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിൽ ചക്ക കൊണ്ട് ഉണ്ട് ചക്കപ്പം ചുടുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അടിപൊളി വീഡിയോ ആണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഞങ്ങൾക്ക് തന്നെ തേങ്ങില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഫുള്ളായിട്ടും കാണാൻ ശ്രമിച്ച. അപ്പം നമുക്ക് എന്ത് രാവിലെ പിന്നെ സ്കൂളിൽ നിന്ന് പിന്നെ ആപ്പിളാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത്. അപ്പം അതിന് വാങ്ങിക്കൊടുന്ന ആപ്പിളേനു. അത് പൊളിച്ച് നോക്കുമ്പോൾ മൊത്തം കേട് പുഴുവാട്ടോ. പിന്നെ അന്ന് ഉച്ചക്കൊക്കെ നമുക്ക് ചിക്കനാണ്, ചിക്കൻ കൊണ്ട് ഒരു കറി വെച്ചു. പിന്നെ അന്ന് ഞാൻ കാണിച്ചണില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചണുള്ളൂ. അപ്പം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകി വെക്കാം. പിന്നെ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊഴിച്ച് അത് അടുപ്പത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പം ഞാൻ വെളുത്തുള്ളി, വല്യുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ ആപ്പിള് പറ്റ പുഴുവാണ്. ഇതിങ്ങനെ ശരിക്ക് കണ്ടാൽ ഇതിനൊരു കുഴപ്പമില്ല. വാങ്ങി കൊണ്ടുവരുമ്പോൾ കടക്കാരെയും പറയാൻ പറ്റൂല. പുറം കണ്ടാൽ നല്ല ആപ്പിള്, അകല്ലേ ഇത് പുഴു. ഒരു തുള്ളി ഒരു ആപ്പിൾ വന്ന് ഒരു കഷ്ണം പോലും കിട്ടൂല അങ്ങനെ കേട്ടോ. ഈ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിൽ പറയൂ കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ വാങ്ങിയാണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ആക്കി ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയും പറ്റും. വല്ല പലഹാരമാക്കി ഉണ്ടാക്കി അങ്ങനെ പറ്റും, ജ്യൂസ് പറ്റും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാണ്ട് കൊടുത്തയക്കലുണ്ട് കേട്ടോ. അപ്പം അതിനും വേണ്ടി വാങ്ങിയതേന്നു. അപ്പം അതങ്ങനെയായി. അപ്പം അതാ ചിക്കൻ വെക്കാൻ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അതിന് കുക്കർക്ക് ഉള്ളിയൊക്കെ വാട്ടി അയക്കാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചിക്കനൊക്കെ അവിടെ കടന്ന് വേകട്ടെ. അതിന് 4 കഷ്ണം മാറ്റി വെച്ചിരിക്കണം. എൻ്റെ മകൾക്കാണെങ്കിൽ ചിക്കന് അങ്ങനെ പറ്റൂല കറിയൊന്നും. അപ്പം ഞാൻ ഓക്കൊരു 4 കഷ്ണം ഇങ്ങനെ മസാല കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഇനി രാത്രി പൊരിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അത് ചക്ക ഉണ്ടായിന് പറഞ്ഞാൽ ചക്കൻ്റെ കുരുവാണ്. അത് ഞാൻ ഇന്നലെ കേക്കിങ്ങാണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയിരിക്കണം. ഞാനതൊരു പാത്രത്തേക്ക് ഇട്ട് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എപ്പോഴേലൊക്കെ ജ്യൂസ് അടിച്ചാലോ. കൊറോണ സമയത്തൊക്കെ എല്ലാവരും ചക്കക്കുരു ജ്യൂസും ഒക്കെ അല്ലേ ഇതിനോ. അപ്പം അങ്ങനെ നമുക്ക് എപ്പോഴേലും അടിച്ചാൽ. കുരു ഞാൻ അങ്ങനെ എടുത്തേക്കലൊന്നുമില്ല, കുരുവൊക്കെ കളയൽ തന്നെയാണ്. ഒരു 4 കുരു ഞാൻ എടുത്തേക്കട്ടെ ഞാൻ അങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തേച്ചതാട്ടോ. അപ്പം ഇതാ ഞാൻ പറഞ്ഞ ചക്ക, ഈ ചക്ക വെക്കാൻ കൊടുന്ന ചക്കയാണ്. ഇന്ന് ഞാനൊരു ഇച്ചിരി എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പിറ്റേ ദിവസമായപ്പോഴത്തേന് ഇങ്ങനെ പഴുത്തു. അതിന്ന് ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒരാൾ വരും ഒരു പൊടി വാരും, ഒരാൾ വരും ഒരു പൊടി വാരും, അങ്ങനെ വാരി തിന്ന് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞമ്മ അങ്ങനെ തിന്നുണ്ടല്ലോ പിന്നെ ഒരു പൊടിയൊക്കെ ബാക്കിയാകല്. അങ്ങനെ ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ തോന്നി നന്ന് 4 മണിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഞാൻ ആ ചക്ക അരിഞ്ഞു. പിന്നെ ഒരു മുറി തേങ്ങ ചിരകി, പിന്നെ ഏലക്കായും പഞ്ചസാരയും ഒക്കെ കൂട്ടിങ്ങാണ്ട് അതുകൊണ്ട് ഇലപ്പം ആക്കി ചുട്ടു കേട്ടോ. പിന്നെ നമ്മൾ വയനായിലല്ലേ, മറ്റേ അവിടെയൊക്കെ പറയുക അപ്പോൾ ഒരു പേരുണ്ടല്ലോ, ആ ഇലയിലാണെങ്കിൽ അതിൻ്റെ ഒരു ഇതും സ്മെല്ലും ഒക്കെ കൂടിയായ നല്ല രസമുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെയൊക്കെ നോക്കി ഒറ്റൊരു ഇല കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ വാഴൻ്റെ ഇലയിൽ തന്നെയാണ് പരത്തി കേട്ടോ. വാഴൻ്റെ ഇലയായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഗോതമ്പപ്പൊടിയും അതിക്ക് കുറച്ച് തേങ്ങയും
പിന്നെ പഞ്ചസാരയിൽ തന്നെ ഇട്ടുങ്ങാണ്ട് ഞാൻ 4 ഏലക്കായും കൂടിയാണ് പൊടിച്ചു. എന്നിട്ട് അത് ഇതിൽ കൂട്ടിയിട്ടോ നല്ലോണം ഒന്ന് കുഴച്ചു. അപ്പോൾ അതിന് ചക്ക അരിഞ്ഞത് ഞാൻ അടുപ്പത്ത് വെച്ചിന് വേവിച്ചാൻ. അങ്ങനെ അതവിടെ വെന്ത് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് തമ്മിൽ കൂട്ടി അവിടെ വെച്ചു. അപ്പോൾ ആ ചക്ക അടുപ്പത്ത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം വെന്തൊന്ന് ഉടയട്ടെ. അപ്പോഴുള്ളൂ നമ്മൾ ഈ പൊടിയിൽ കൂട്ടി കുഴക്കുമ്പോൾ കഷ്ണങ്ങളല്ലാതെ ആയി കിട്ടുക. അതിനും വേണ്ടി വെച്ചതാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ തന്നോളൂ കേട്ടോ. അപ്പം 4 മണി പലഹാരത്തിന് അടിപൊളിയാട്ടത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വോയിസ് കൊടുക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നു കേട്ടോ. അതാ ഇതും കൂടി ഇതിലിട്ട് കൂട്ടി കുഴച്ച് നല്ലോണം കുഴച്ചെടുത്ത് ഇത് ചപ്പാത്തിക്ക് കുഴച്ച പോലെ അങ്ങോട്ട് ആക്കി വെച്ചിട്ട് ഞാൻ ഇലയിലിട്ട് നല്ലോണം പെരത്തി അങ്ങോട്ട് എടുത്തു കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. 4 മണി കുട്ടികൾ സ്കൂളിട്ട് വരുന്ന നേരത്തൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളും കുട്ടികളും കൂടി ഇരുന്നാണ്ട് തിന്നാണ്ടല്ലോ. ഉന്തി മറിച്ചിട്ടാലും കൊടുന്ന് നീച്ചൂല, അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പം പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോഴാണ് സുഖം വിവരങ്ങളൊക്കെ അന്വേഷിക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മളെ ഇലയപ്പം ഇവിടെ എല്ലാം ചുട്ടെടുത്തു, അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചക്കക്കാലം കഴിയുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ ഇത് കേട്ട് സഹിച്ച് നിന്ന് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.